അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തെ കാര്യമാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിനെ വരവേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് വരുമ്പോൾ ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ആ റമളാൻ ഷരീഫിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ശരീരത്തിൻ്റെ അമലിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് നിസ്കാരം. അതിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധമാക്കപ്പെട്ട റജബ്, ശഅബാൻ ഈ മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു തന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ എന്ന ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിൽ റജബ് അവസാനിച്ചു, ശഅബാനിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയാക്കിയതുപോലെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പാപികളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ അസൂയ, കിബർ, അഹങ്കാരം, ഈബത്ത്, നമീമത്ത്, കദിബ്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കുക, മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുക, ഇങ്ങനെയുള്ളതായ മറ്റുള്ള ആളുകളെ പറ്റി പറയുന്നത് നമ്മൾ കേൾക്കുക, മറ്റുള്ള ആളുകളെ പറ്റി പറയുന്നത് നമ്മൾ കാണുക, ആ സദസ്സിലേക്ക് നമ്മൾ നടന്നു പോകുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് നമ്മളിലേക്ക് ആഗതമാകലോടുകൂടെ നമ്മളത് ഒഴിവാക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെയും നോമ്പ് നഷ്ടപ്പെട്ട് വൈകുന്നേരമാകുമ്പോഴേക്ക് വെറും നമ്മളൊരു വിശപ്പിൻ്റെ നോമ്പ് മാത്രമാകരുത്. അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് കൂലി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം നമ്മൾ നോമ്പെടുക്കുക. മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി ഇബാദത്തിലും വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണത്തിലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളതിൽ ജാഗ്രത പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫാണ്. റമളാനിൽ നോമ്പ് ഫറലാണ്. ആ നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ് എന്നുള്ളതായ ബോധത്തോടു കൂടെ നമ്മൾ നോമ്പെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ, നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അനുയോജ്യമായ അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.